ഇറ്റ്സ് മീ ഉത്തര. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുട്ടി കുറുമ്പിയെയാണ്. 3.5 വയസ്സിൽ തന്നെ ടിക്ടോക്കിൽ 800-ൽ പരം വീഡിയോസ് ചെയ്ത വേദ എസ് ശ്യാം. അപ്പൊ നമുക്ക് ഈ കുട്ടി കുറുമ്പിയുടെ വിശേഷങ്ങൾ കാണാം. എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ എന്നാലോചിക്കാൻ. പതുക്കെ പറ പെണ്ണേ. ഒറ്റക്കല്ല നിന്നെ കൂട്ടി. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിച്ചക്കറ്റോട് സ്നേഹമാണ്. കൊറോണ വൈറസിനെ തടയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണം. തമ്മില് പലരും പറയും അറിയിച്ച എന്താത് പറയട്ടെ. ആരെടുത്തും നിൽക്കാൻ പാടില്ല, കൈ കൊടുക്കാൻ പാടില്ല, തിരിച്ചറിടുക. അത് കൊറോണ വൈറസ് എല്ലാം കൊല്ലും. ഹായ്, എൻ്റെ പേര് വേദ. പപ്പയും അമ്മയൊന്ന് വേദൂട്ടീന്നാ വിളിക്കാറ്. എൻ്റെ ടിക്ടോക്ക് വീഡിയോസ് എല്ലാം കണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ടിക്ടോക്ക് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലാലേട്ടനോട് സിനിമയിലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നീ പോ മോനെ ദിനേശ. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേരുന്ന താരെ അരിമൂറ്റാതെ നിന്ന് ചെന്തോട് തൊട്ടുതൂടി കഥകൾ പാടിയുറുക്കാം. അരിമൂറ്റാതെ നിന്നത് പുതുക മഷിയേരി 20 ചെറുകുകളിൽ കിരുകിലുകും തരിവരിയെ പൊന്നിച്ചിന്നു തന്നോ മാമൂട്ടി പിച്ച പിച്ച വെക്കാൻ കൂടിയത് തന്നോ കൈനീട്ടി. നമുക്ക് കുറിപ്പിൻ്റെ ഒരു കുട്ടി കവിത കേട്ടാലോ? പൂവുകൾ തെണ്ടും പൂമ്പാച്ച, പൂമ്പൊടി പൂശും പൂമ്പാച്ച, പൂന്തേനുണ്ണും പൂമ്പാച്ച, പൂവിൽ മയങ്ങും പൂമ്പാറ്റ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, എന്തു വെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാ പൊങ്ങാ കുളിനിരിയിൽ നീന്താനറിയാം പൊൻവെയിലിൽ. ഒന്ന് തൊടത്തേ നിച്ചറകിൽ നിന്നു തരാമോ നീ അരികിൽ, മലവില്ലാണോ നിന്നമ്മ, തെരുമോ നീ ഒരു പൊന്നുമ്മ, തെരുമോ നീ ഒരു പൊന്നുമ്മ. നമസ്കാരം, എൻ്റെ പേര് ശ്യാം. കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ കല്ലേരി എന്നൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇതെൻ്റെ വൈഫാണ് സലിന, മോള് വേദ. ഇതിപ്പം ഞങ്ങളിപ്പോൾ വിദേശത്തായിരുന്നു. അപ്പം ഒരു ഒന്നര വയസ്സിൽ മുതൽ മോള് ടിക്ടോക്കിൽ തുടങ്ങിയാണ്. ആക്ച്വലി ടിക്ടോക്കിലല്ല, ഡബ് സ്മാഷിൽ തുടങ്ങിയതായിരുന്നു. അപ്പം അവിടെ നിന്നുള്ള ഒഴിവ് സമയങ്ങളിൽ വൈഫാണ് തുടങ്ങിയത്. അപ്പം ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഡയലോഗ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടപ്പം ഞങ്ങളത് വീണ്ടും ചെയ്യിപ്പിച്ചു. പിന്നെ അത് ടിക്ടോക്ക് വന്നപ്പം ടിക്ടോക്കിലേക്കായി. ഇപ്പോൾ ടിക്ടോക്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 800-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 3.5 വയസ്സിൻ്റെ ഉള്ളിൽ 800-ലധികം വീഡിയോസ് ചെയ്തു. അപ്പോൾ ഇപ്പം ടിക്ടോക്ക് നിർത്തിയപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ടിക്ടോക്കിൽ നിർത്തിയപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് മോള് നിൽക്കുന്നത്. അപ്പം മോള് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്, അത് കാണിക്കാറുണ്ട്. ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ചെയ്യണം, വീഡിയോസ് ചെയ്യാലോ, ഈ വീഡിയോ ചെയ്താലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇപ്പോൾ ടിക്ടോക്ക് നിർത്തിയപ്പം പുതിയ ഒന്നിലേക്കും ജോയിൻ ചെയ്തിട്ടില്ല. എന്നാലും എന്തെങ്കിലും പുതിയ നല്ലൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളെ ഒന്നുകൂടി ചെയ്യണം എന്നുണ്ട്. ഇതിൽ ഇവള് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടി വിയിൽ ഇതെങ്ങനെ ഒരു കൊച്ചു ടി വിയിലെങ്ങാനൊരു ജോണി എസ് പപ്പ എന്നുള്ള പാട്ട് കേട്ടിട്ട്, അപ്പം അതങ്ങനെ 2-3 പ്രാവശ്യം അവൾ കേട്ടിരുന്നു. പിന്നെ ഒരിക്കലും നോക്കുമ്പം ഇത് ഒറ്റയ്ക്ക് പാടാൻ തോന്നുന്നു. പാടുന്ന മാത്രമല്ല വിത്ത് ആക്ഷൻ അവളത് നല്ല രീതിയിൽ ചെയ്യുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ പോലും അത് പ്രതീക്ഷിച്ചില്ല. കാരണം അന്നൊരു 1.5 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നീട് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഇവള് തുടങ്ങിയത്. ഒരു ഡബ് സ്മാഷിൽ 2-3 വീഡിയോസ് അങ്ങനെ ചെയ്യിച്ചു നോക്കി. അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു മോള്. അപ്പോൾ അങ്ങനെയാണ് കുട്ടിക്ക് ഇതിലേക്ക് ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളൊരു
ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇപ്പോഴൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടി വി ഒക്കെ വീട്ടിൽ തുറന്നു വെച്ചാലും ടി വി കാണാനായിട്ട് കുട്ടി ഇരിക്കുന്നില്ല. പക്ഷേ എങ്കിലും അവൾ കളിക്കുന്നതായിരിക്കും, അവളുടേതായിട്ടുള്ള പോസിൽ ഇരുന്നിട്ട് കളിക്കുകയായിരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ടി വിയിൽ വരുന്ന ഒരു 90% അഡ്വർടൈസ്മെൻറ്റിൽ ഡയലോഗ്സ് മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓരോ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴും അത് മുഴുവൻ ഇപ്പോൾ പുറത്ത് സൈഡിൽ നിന്നിട്ട് ഇവൾ പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇത് ടി വിയിലുള്ള കാര്യങ്ങളോടെല്ലാം നല്ല രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ആൾ. ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പ്രാദേശിക സംഘടനകളും മറ്റ് രാഷ്ട്രീയ സംഘടനകളിലൊക്കെ യുവജന സംഘടനകളിലൊക്കെ നടത്തിയ കുറച്ച് ഓൺലൈൻ മത്സരങ്ങളുണ്ടായിരുന്നു. ടിക്ടോക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള അഭിനയമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ മോളുടെ വീഡിയോസ് അയച്ചു കൊടുത്ത് ഇവളെ പങ്കെടുപ്പിച്ചിരുന്നു. അപ്പോൾ ഇവളെ പങ്കെടുത്ത 5ഓളം മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു. ആ 5 മത്സരങ്ങളിലും ഫസ്റ്റ് പ്രൈസ് മോക്കാണ് കിട്ടിയത്. അതായത് ടിക്ടോക്ക് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് മോക്കായിരുന്നു കിട്ടിയിരുന്നത്. വീട്ടിൽ ആൾ കുറുമ്പിയാണെന്ന് വെച്ചാൽ കുറുമ്പിയല്ല, അതിനപ്പുറം തന്നെയാണ് ആൾ. കാരണം ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. എന്തായാലും നല്ല കുറുമ്പിയാണ്, നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി, LKG ചേർന്നിട്ടുണ്ട് വടകര. അപ്പം ഓൺലൈൻ ക്ലാസ്സും ഇതുപോലെയുള്ള പരിപാടി കുരുത്തക്കേടും എല്ലാം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മോള്. ആരാനവിടെ പാടുന്നു, ഞാനാണല്ലോ കുയിലമ്മ, പാടാൻ ആര് പഠിപ്പിച്ചു, ഇല്ലിക്കാട്ടിലെ മുളിയമ്മ, താഴമടിക്കാനാറുണ്ട്, മേലക്കാലം കാറ്റുണ്ട്, കുട്ടികൾ കൂകി നടപ്പുണ്ട്. മോക്കിപ്പം ഇവിടെയുള്ളൊരു ചാനലിൽ നിന്ന് ഒരു വിളി വന്നിരുന്നു. അത് അവർ അവതരിപ്പിക്കുന്നൊരു കുട്ടിത്താരം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളുടെ വീഡിയോസ് അതൊക്കെ പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു കുട്ടിത്താരം എന്നൊരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മോളെ വിളിച്ചത് ഒരു ആങ്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ കുട്ടിത്താരം എന്നുള്ള പരിപാടി ഇപ്പം 2ഓളം എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞു. അവിടുത്തെ ആ പരിപാടിയുടെ ആങ്കർ മോളാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഇത് തന്നെയാണ്. കാരണം മോൾക്ക് ഇഷ്ടപ്പെട്ടതൊരു ഫീൽഡ് അവൾ തിരഞ്ഞെടുത്ത് ചെറുപ്പത്തിൽ മുതലേ അവൾക്ക് താല്പര്യം കാണിക്കുന്നത് ഈ അഭിനയം അല്ല ആങ്കറിങ് ലെവലിലുള്ള ഇതിനോട് നല്ല രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഇൻട്രസ്റ്റ് കാണിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്കും അവൾക്ക് താല്പര്യം അതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് തന്നെ അവളെ മുന്നോട്ട് അത് ആ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കുണ്ട്. മോക്കിപ്പം ഒരു ടെലിഫിലിമിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ചാൻസ് വന്നിരുന്നു. അപ്പോൾ വിളിച്ച് കുറച്ച് മുന്നേ. അപ്പോൾ ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയറായി നിൽക്കുന്ന സമയത്താണ് ഈ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പോൾ അത് ഷൂട്ടിംഗ് നടക്കുന്നത് ആലപ്പുഴ വെച്ചിട്ടാണ്. അപ്പം അത്രയും ദൂരം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതാണ്. അപ്പം ഇനിയും നല്ല നല്ല ചാൻസുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ അവളുടെ താല്പര്യം അതായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും അവൾ അങ്ങോട്ട് മുന്നോട്ട് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം. കൊറോണ വൈറസിനെ തടയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, സമൂലം പാലിക്കണം. അതിന് എന്താണ് പറയട്ടെ, ആരെടുത്തും നിൽക്കാൻ പാടില്ല, കൈ കൊടുക്കാൻ പാടില്ല. കൊറോണ വൈറസിനെ തടയാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. ഞാൻ പോട്ടെ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ. ബൈ ബൈ.